നമസ്കാരം. നിങ്ങളെല്ലാവരും ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണോ? ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു പക്ഷേ നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പം ₹1 പോലും കിട്ടാതെ വരും. അത്രയും നാളും നിങ്ങൾ അടച്ച ആ പൈസ വെറുതെ വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ സുഹൃത്തിന് സംഭവിച്ച ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. പിന്നീട് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ വീഡിയോ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ പണ്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ റോഡിലൊക്കെ ഒരുപാട് ടെക്സ്റ്റൈൽസിൻ്റെയും ജ്വല്ലറി ഷോപ്പുകളുടെയൊക്കെ പരസ്യങ്ങളുള്ള ഫ്ലെക്സുകൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ആ സ്ഥാനത്ത് ഈ ടെക്സ്റ്റൈൽസിലും ജ്വല്ലറി ഷോപ്പുകളുടെയൊക്കെ പരസ്യത്തിന് പകരം ഹോസ്പിറ്റലുകളുടെ പരസ്യമാണ് കാണുന്നത്. കാരണം ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ്, വളരെ വലിയൊരു കച്ചവടമാണ്. ഈ ഒരു ചെറിയൊരു പനി പിടിച്ച് ചെല്ലുന്നൊരു വ്യക്തി തന്നെ ചിലപ്പോൾ 10,000 കൊടുക്കേണ്ടി വരും ഹോസ്പിറ്റൽ ബില്ല് തന്നെയകത്ത്. ചിലപ്പോൾ അതിൽ കൂടുതലായെന്നിരിക്കും. അപ്പോൾ നല്ല നല്ല അസുഖമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടിയ അസുഖമുള്ള ആൾക്കാർ എത്ര ലക്ഷങ്ങൾ കൊടുത്ത് പോകുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തെപ്പറ്റിയും ഈ പൈസയുടെ ഒരു ബുദ്ധിമുട്ടെ പറ്റിയൊക്കെ ചിന്ത വരുന്ന സമയത്ത് ആൾക്കാർ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കും. ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു തട്ടുകേട് വരുമ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഒരു പണ്ട് തൊട്ട് തന്നെ യാതൊരുമായ കുഴപ്പമില്ലായിരിക്കുമ്പോഴേ ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് കരുതിയിട്ട് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്നവർ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോയിരിക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം അയ്യോ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഇത്രയും ചിലവാകുമല്ലോ എന്ന് കരുതി ഇൻഷുറൻസ് എടുക്കാൻ ചെല്ലുന്നവരാണ്. ഇവിടെയാണ് നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് വരുന്നത്. ഇൻഷുറൻസിൻ്റെ ഒരു കമ്പനികളെ പറ്റി പറയുമ്പോൾ നാട്ടിൽ ഒരുപാട് കമ്പനികളുണ്ട്. ഞാൻ ഒരു കമ്പനി എടുത്ത് പറയുന്നില്ല, കാരണം ഒന്നിനൊന്നിനും എല്ലാ കമ്പനിയും മെച്ചങ്ങൾ തന്നെയാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവരുടെ ഈ ടീമിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ സെക്ഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ പ്രധാനമായിട്ട് 2 ടീമിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുന്ന ഏജൻറ്റുമാരായിട്ടുള്ള ആൾക്കാർ. 2, നമ്മൾ ഒരു ക്ലെയിം ചെയ്യുമ്പോൾ ആ ക്ലെയിം എങ്ങനെ തരാതിരിക്കണം എന്ന് ചിന്തിക്കുന്ന വേറൊരു ടീമുണ്ട്. അപ്പം ഈ ഏജൻറ്റുമാരാണ് അതിനകത്ത് ശരിക്കുള്ള പ്രശ്നം വരുന്നത്. കാരണം ഒരു വ്യക്തിയുടെ അടുത്ത് വരുമ്പോൾ